ഗൈസ് മോർണിംഗ്. ഞാനില്ലേ ഒരു കാര്യം പറയാൻ വന്നു. ആക്ച്വലി ആ നോട്ട് ഒരു വീഡിയോ എടുക്കുന്ന ആളുമല്ല, അതായത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഒന്നുമല്ല, പിന്നെ എന്താണ് നല്ല എഡിറ്റർ ഒന്നുമല്ല. ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതായത് എൻ്റെ ഒപ്പം 7ാം ക്ലാസ് വരെ, LKG മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചൊരു ചെങ്ങായി നമുക്ക് തരുന്ന ഒരു ഇതുണ്ട്, അതായത് ഒരു കൺസെൻട്രേഷൻ, അതായത് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്ന രീതിയിൽ ഓൻ തരുന്ന ഒരു വാല്യൂ, ഒരു സാധനം. അതായത് ഓൻ ഞാനും ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സാണ്. പിന്നെ അതിന് ശേഷം ഞാൻ വേറെ വഴിക്ക്, ഓൻ വേറെ വഴിക്ക്. അതായത് ഞാൻ ബോർഡിങ് പഠിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ കാണുന്നത് എപ്പം വെക്കേഷൻ ടൈമിൽ ഇങ്ങനെയൊക്കെ കാണുന്നുള്ളൂ. പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അതിപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓന് എനിക്കെന്തോ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതായത് ഒരു മാസം ഇപ്പം എൻ്റെ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു കോഴിക്കോട്. ഓനപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ടില്ലേ, എന്നെ കാണാൻ എന്ന പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, അത് വേറെ കാര്യം. എന്നിട്ട് അവന് ടൗണിൽ വന്നാൽ എന്നെ വിളിക്കും കേട്ടോ. അവൻ്റെ പർപ്പസ് പരിപാടി എന്തായാലും അവൻ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി, ഇല്ലെങ്കിൽ നല്ല ഫുഡ് സ്പോട്ടൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത്. പിന്നെ അങ്ങനെ, അതായത് നമ്മൾ ആദ്യം കണ്ടാൽ എന്താ ചോദിക്കില്ലെന്നറിയോ, നിങ്ങൾ ചങ്ങാരുണ്ടാന്ന് അറിയില്ല. ഫുഡ് കഴിച്ചോ, ചായ പിടിച്ചോ, ഫുഡ് കഴിച്ചോ, ഇതാണ് ചോദിക്കാദ്യോ. എന്നിട്ടായിരിക്കും നമ്മളെ അടുത്ത പരിപാടി പ്ലാൻ ചെയ്യുക. ഇവൻ ഇരിക്കുന്നില്ല കേട്ടോ, സോറി ഗൈസ്, ഇവന് മോന്തെന്ന് പോന്ന്. അങ്ങനെയാണ് അവൻ ആദ്യം അത് ചോദിക്കൂല്ലേ. ഞാനും അങ്ങനെ തന്നെ, ചായ പിടിച്ചോ, ഫുഡ് കഴിച്ചോ, ഇല്ലെങ്കിൽ കായ ഒപ്പിച്ച് ചായ പിടിക്കാൻ പോകും. അങ്ങനെ അതായത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. അവനില്ലാത്തപ്പോഴാണ് നമുക്ക് ഇവൻ എന്തിനെ കാര്യം. എടാ ഷട്ടാ പോടാ, എവിടാ എന്തെങ്കിലും പരിപാടിയായിട്ട് നിൽക്ക്, ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കും. അവന് കുറേ 4 കൊല്ലത്തെ നേഴ്സിംഗ് കോഴ്സൊക്കെ ചെയ്തിട്ട്, ആളെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നേഴ്സിംഗ് കോഴ്സൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ, അതായത് വെറുതെ അടക്കല്ല, ഓന് പണി നോക്കുന്നുണ്ട്. ഓനക്ക് പറ്റിയ പണി കിട്ടുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹോസ്റ്റൽ വർക്കിന് കയറി ഇറങ്ങി. ഓനോക്കല്ല, കംഫേർട്ടല്ല, ഓൻ ഇറങ്ങി. ഞാൻ പറയുന്നത്, നമ്മളെ കംഫേർട്ട് അനുസരിച്ച് നമ്മൾ ജോബ് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം. അതിനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ നമ്മൾ നിൽക്കണം, വെയിറ്റ് ചെയ്താലേ കിട്ടുമായിരിക്കും. ഐ ഡോണ്ട് നോ. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യം. അങ്ങനെ അവൻ പോയി നിന്ന് ഇപ്പോൾ ഒരു 4-5 ദിവസമായി. പോയപ്പോൾ ഒന്ന്, എടാ ഫുഡ് ഒക്കെ അല്ലടാ, ഇവിടെ ഫുള്ള് വെജാണ്, ഇതൊരു കുഗ്രാമത്തിലാണ് ഞാൻ ഉള്ളത്. ബാംഗ്ലൂരിൽ നിന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചല്ലോ എന്താണ് വലിയ ഏതെങ്കിലും ടൗണിലോ മറ്റോ ആയിരിക്കും എന്ന് വിചാരിച്ചു. വലിയ ഹോസ്പിറ്റൽ പോയപ്പോഴാണ് അറിയുന്നത് ഒരു ചെറിയ കുഗ്രാമമാണ്, ഉള്ളോട്ടേക്കാണ് കാണേ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇതൊക്കെ അവൻ മിസ് ചെയ്യുന്നത്. അതായത് കോഴിക്കോട് നിന്ന് ഒരാൾ പോയിക്കണ അവിടുത്തെ ഫുഡ് കോഴിക്കോടാണല്ലോ മെയിൻ. ഇവിടെ നിന്ന് പോയിട്ട് അവിടെ സൂറ് പോയി അവന് ഫുഡ് ഒന്നും ഓക്കെ ആവുന്നില്ല അന്ന് ഇങ്ങനെ വിളിച്ചിനി. ഞാൻ പറഞ്ഞു ഞാൻ റെഡി ആവും. ഇപ്പോൾ ഇന്നലെ വിളിച്ചിനി, ഇന്നലെ ഒരു വണ്ടിൻ്റെ കാര്യം പറയാൻ വിളിച്ചിനി, മെസ്സേജ് അയച്ചിന്. അവനാണ് എനിക്ക് മിസ്സിങ്. അവൻ്റെ പേരെന്താ അറിയാം, മുജാബർ എന്നാണ് അവൻ്റെ പേര്. ഓന് ഭാവയെന്നാണ് നമ്മൾ വിളിക്കല്, ചെക്കന്മാർ, നമ്മളെ കൂട്ടുകാർ, ഫ്രണ്ട്സൊക്കെ അറിയുന്നത്. എൻ്റെ ഒരു ചെല്ലുന്ന അയൽവാസിയും കൂടിയാണ്, അടുത്ത് തന്നെ വീട്. ഞങ്ങൾ ചെറുപ്പം മുതൽ ഇവനെ ഞാൻ വിളിക്കാൻ പോകും. വൈകുന്നേരങ്ങളിൽ നമ്മൾ ഈവനിങ് കളിക്കാൻ പോകുമ്പോൾ ഇവനെ വിളിക്കാൻ പോകും. ഇവനൊരു പണ്ടൊക്കെ അതായത് കുറച്ച് ഫാറ്റി ബോയ് ആൻഡ് അമൂൽ ബോയ് എന്നൊക്കെ പറയുന്നത്, അത് ആ ടൈപ്പ്. ഇവനിത് പൊളിക്കുന്ന തോന്നുന്നു, ആ ടൈപ്പായിരുന്നു. എന്നിട്ട് ഇവൻ ഇരുന്ന് ഗുസ്തിയാണ്, WWE. അപ്പോൾ അതിൻ്റെ ഒക്കെ കാലമായിരുന്നു. അണ്ടർടേക്കർ, ബിഗ് ഷോ, ജോൺസിന. ഞാനും അവിടെ ഇരുന്ന് കാണും. കളിക്കാൻ പോകുന്ന സമയത്തായിരിക്കും ഇവൻ ഇത് കാണാം. അപ്പോൾ ഞാനിരുന്ന് കാണും. പിന്നെ കളി ലേറ്റായിട്ടായിരിക്കും നമ്മളെത്തല്. പിന്നെ ക്രിക്കറ്റ് പ്രാന്തനാണ്. എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമല്ല ആക്ച്വലി. ഓനക്ക് ഒരു സൊണ്ണനാണ്. കണ്ടാല് അലൻ ജോസ് പരേര പോലെയൊക്കെ ഉണ്ട്. ചില സമയങ്ങൾ അവനെ കാണാൻ മറ്റേ പ്രേമത്തിത്തെ നിവിൻ പോളിനെ പോലെ, അതായത് കുറച്ച് ക്രിഞ്ചൊക്കെയാണ്. പിന്നെന്താ, അവൻ ഈ വീഡിയോ കാണും, എന്നിട്ട് എനിക്കുള്ള കിട്ടും, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. നമ്മളെ കൂടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഓന മാത്രമല്ല, ഓനാണ്
എനിക്ക് എത്ര ബെസ്റ്റ് ആയിട്ടുള്ള സാധനം, അതായത് എന്താ പറയണ്ടേ, അല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക് അങ്ങനെ കുറച്ച്. ഇപ്പോൾ വർക്കിംഗ് ടൈമാണ്. അപ്പോൾ സോ ഗൈസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. നീയും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വൈൻഡപ്പ്. ഓക്കെ.